Hi friends, ഞാൻ പല്ലവി നായർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല്ലവി ആൻഡ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളെ ടൈറ്റിലിൽ കണ്ടു കാണുമല്ലോ. ഇവിടെ സ്കിന്ന് കൂടുതൽ ഇങ്ങനെ വെളിയിലോട്ട് ചാടി വരുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ആണ് ഒരു ബ്രാൻഡ് കട്ടിങ് കാണുന്നത്. അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, എല്ലാ ലേഡീസിനും വരുന്ന പ്രശ്നമാണ്. നമ്മൾ ഓക്കെ, ചില ആൾക്കാർക്ക് കൂടുതൽ കാണും, കൂടുതലാകുമ്പോൾ അത് വൾഗറായിട്ട് കാണും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു 2 ബ്രാ നമുക്ക് തയ്ച്ച് വെച്ചാൽ വീട്ടിലുള്ള സമയത്ത് നമുക്കിത് വെയർ ചെയ്താൽ നമുക്ക് കുറേയൊക്കെ നമുക്കത് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിന് മുൻപേ ഞാൻ 2-3 ബ്രാ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ കപ്പ് ഷേപ്പുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്നേഹവും സപ്പോർട്ടും ഈ വീഡിയോക്കും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ബ്രാ എങ്ങനെയുണ്ടെന്ന് അകത്തുനിന്ന് നോക്കിക്കോളും. ഇവിടെ നമ്മൾ വെൽക്രോ ആണ് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ കപ്പ് 34 സൈസാണ് ഞാൻ തയ്ച്ചത്. കറക്റ്റ് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും വന്നോളൂ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 34 സൈസാണ് നമ്മൾ ബ്രാൻഡ് സൈസ്. ഇത് ബ്രാൻഡ് സൈസാണ്, ചെസ്റ്റ് അല്ല. പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ബ്രാൻഡ് അക്കോർഡിംഗ് ആണ് മെഷർമെൻറ്റ് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ ജസ്റ്റ് നിങ്ങളെ ബ്രാ എടുക്കുക, അതിനെ ഞാൻ പറയുന്ന കണക്കിൽ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വെസ്റ്റ് ലൈൻ വന്നിട്ട് 28 ഇഞ്ചസ് ആണ്. പിന്നെ ഇന്ന് ക്ലോത്ത് ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വരും. ഈ ബ്രാന് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെ വേണം, പക്ഷെ ബനിയൻ ക്ലോത്ത് എടുക്കരുത്. ബനിയൻ ക്ലോത്ത് സ്ട്രെച്ചബിൾ ആയിരിക്കും. അപ്പം അതിനെ കൊണ്ട് ഇതിട്ട് തയ്ച്ച് ഇട്ടാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്. നിങ്ങൾ ഒരു ബനിയൻ എടുത്തിട്ട് സ്കിന്നിൽ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കിക്കോളൂ. അത് നമ്മളെ സ്കിന്നിൻ്റെ ഷേപ്പാണ് പിടിക്കുന്നത്. അപ്പം നമുക്ക് സ്കിന്നിൻ്റെ ഷേപ്പ് പിടിക്കുന്ന ഒരു ഫാബ്രിക് വേണ്ട, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഫാബ്രിക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കോട്ടൺ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പാൻറ്റ് തയ്ക്കാൻ വാങ്ങിക്കുന്ന കോട്ടൺ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് സാധാ ചുരിദാറിന് മിച്ചം വന്ന പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എത്രയാണെന്ന് വെച്ചാൽ 34ൻ്റെ 1/4. 34 ഡിവൈഡ് ബൈ 4 ചെയ്തപ്പം 8.5 കിട്ടി. 8.5 വീതി, 8.5 അതിൻ്റെ വിഡ്ത്തും എടുത്തിരിക്കുകയാണ്. സ്ക്വയറിൽ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഈ പീസിനെ നമുക്ക് ഇനി ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് ഈ ഫോൾഡഡ് സൈഡ് ഇവിടെയാണുള്ളത്, ഇത് ഓപ്പൺ സൈഡാണ്. അപ്പം ഈ ഫോൾഡഡ് സൈഡിൻ്റെ കോർണറിന്ന് നമുക്ക് ഒരു 3 ഇഞ്ച്, ഇത് ഫ്രീ സൈസാണ് ഞാൻ പറയുന്നത്. 3 ഇഞ്ച് ഏത് കപ്പുകാർക്കും മതി. ജസ്റ്റ് നമ്മൾ നിങ്ങളെ അക്കോർഡിങ് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് കൊടുത്താൽ എല്ലാ സൈസുകാർക്കും കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഈ പീസിനെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പീസ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ തയ്ക്കുക. ഈ പോയിന്റ് ഇല്ലേ, ഇവിടെ വരെ തയ്ക്കരുത്, കുറച്ച് മുകളിൽ വരെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് കൊടുത്തിട്ട് വേണം തയ്ച്ച് ഇറക്കാൻ വേണ്ടി. 2 പഫ് നമുക്ക് അതേ മെത്തേഡ് ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, 2 പഫ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കുമ്പോൾ എല്ലാ കട്ടിങ്ങും ഒരുമിച്ച് പറയാറില്ല. ഞാൻ 2-3 പാറ്റേൺ ഇട്ടപ്പോൾ ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കട്ടിങ് ചെയ്ത് സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. അതുമല്ല കാണുന്ന ആൾക്കാർക്ക് തയ്ക്കാൻ ഈസിയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 4.5 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യാം. 1/2 ഇഞ്ച്, ഈ 1/2 ഇഞ്ച് ഇങ്ങനെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റാം. ഒരു കുഞ്ഞ പീസ് 1/2 ഇഞ്ച് താഴെ മുകളിലോട്ട് പോകുമ്പോൾ അതിനെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് കളയാക്കിയെടുക്കാം. അപ്പം ഇത് വരുന്നത് ബെൽറ്റിൻ്റെ സൈഡിലാണ്. അതുപോലെ തന്നെ ഞാൻ 2 ലൈനിങ്ങിൻ്റെ പീസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നേരിയ തുണിയാണ്. അപ്പം പഫ് വൃത്തികേടായിരിക്കും വെയർ ചെയ്യുമ്പം. നിങ്ങളടുത്ത് നല്ല കട്ടിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാം. 2 സ്ട്രിപ്പും കൂടെ വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 ഇഞ്ച് വീതിയുള്ളൊരു തുണി മുറിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യണം. 1/2 ഇഞ്ച് ഇങ്ങനെയും ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിനെ വെച്ച് ഇതുപോലത്തെ സ്ട്രിപ്പ് തയ്ച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതുപോലത്തെ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 13 ഇഞ്ചസ് ആണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മിച്ചമുള്ളത് മുറിച്ച് കളയാം. ഇതിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്യണം ഇതുപോലെ. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ പീസ് എടുത്തു, ഇതും ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ, അതുപോലെ ഇവിടുന്ന് ഇവിടം വരെ ഇതിനെ സ്റ്റിച്ച് ചെയ്യണം. രണ്ടും അതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഫ്രണ്ട്സ്, 2 പാറ്റേണും നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ മറിച്ചിടാം നമുക്ക് ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെ. ഇത് നമ്മൾ ലൈനിങ് വെച്ചുകൊണ്ട്
ഇങ്ങനെ കിട്ടി എനിക്ക്. അപ്പോൾ നിങ്ങൾ ലൈനിങ് വെക്കാത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ പഴയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അത് തയ്ച്ചെടുക്കാം. ബ്രാൻഡ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്കണം, ഞാൻ അതിൽ ലിങ്ക് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ 1/4 ഇഞ്ചിൻ്റെ മുകളിൽ ഇതിനെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് ഹൈറ്റ് 1.5 ഇഞ്ചിൽ അതിനിങ്ങനെ ഈ മുകളിൽ വെച്ച പീസിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ തയ്ച്ചിവിടെ ലോക്ക് ചെയ്ത് എടുക്കണം. ഇതുപോലെ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നീളം എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 17 ഇഞ്ചസ് അടുപ്പിച്ച് വരുന്നുണ്ട്. ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പ് മുറിച്ചെടുത്തു. അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഈ എലാസ്റ്റിക്കിനെ നമുക്ക് അകത്തത്തെ സൈഡിലോട്ട് വെച്ചെടുക്കാം. 1/2 ഇഞ്ച് ഇവിടുന്ന് ഫോൾഡ് ചെയ്യണം ആദ്യം. എന്നിട്ട് ഈ എലാസ്റ്റിക്കിനെ ഇവിടെ വെച്ചിട്ട് ഈ എലാസ്റ്റിക്കിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ 1/2 ഇഞ്ച് താഴെ വരും. ഓക്കെ, കവർ ചെയ്ത് ഫുള്ള് തയ്ച്ചെടുക്കാം. എലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എലാസ്റ്റിക് ഒരുമിച്ച് വെച്ച് തയ്ക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ മടക്കി തയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എലാസ്റ്റിക് പിന്നെ വെച്ച് ഇട്ട് കൊടുക്കാം. ഏതാണ് ഈസി മെത്തേഡ് അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാൻഡും കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ അളവ് എങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇവിടുത്തെ കട്ട് നമ്മൾ ബാക്കിയുണ്ട്, അതിനും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുക. എന്നിട്ട് ഇവിടെ എലാസ്റ്റിക്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു കട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കണം. 2.5 ഇഞ്ച് വരെ ഇതിൻ്റെ ഒരു ഹൈറ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മളെല്ലാം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. നമ്മൾ ബാക്ക് കവർ ചെയ്തിട്ട് വേണം നമുക്ക് സ്ട്രാപ്പ്. അതുകൊണ്ട് നമ്മളിവിടെ 4 ഇഞ്ചസ് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഫ്രണ്ട്സ്, ഇതുപോലെ ഒരു 2 ഫോൾഡ് തുണി എടുത്തിരിക്കുകയാണ് ഞാൻ. ഇതിൻ്റെ വീതി വന്നിട്ട് 5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ 4 ഇഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 ഇഞ്ച് വിടുത്തുള്ള 2 ഫോൾഡ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു കറക്റ്റ് മെഷർമെൻ്റ് ഉള്ള ഒരു ബ്രാ എടുക്കണം. എന്നിട്ട് ഈ ഹുക്ക് സൈഡ് വേണം എടുക്കാൻ. ഹുക്ക് സൈഡ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കണം, ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പം 7 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 5 ഇഞ്ച്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4.5 ഇഞ്ച് എടുത്താൽ മതി. ചെറിയൊരു കേർവ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഓക്കെ, കട്ട് ചെയ്തെടുക്കാം. ഹുക്ക് സൈഡാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേ അളവിനെ ഇനി നമുക്ക് റൈറ്റ് ഹാൻഡിൽ ഇവിടെ നമുക്ക് ലുപ്പ് ഉണ്ടാക്കണം. ലുപ്പ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതും നമുക്ക് 7 ഇഞ്ചസ് ആയിരിക്കും. കണ്ടോ, ഫസ്റ്റ് ഹുക്ക് വരുന്നത് നമുക്ക് 7 ഇഞ്ചസിലായിരിക്കും. പിന്നെ ഇത് അഡീഷണൽ ആയിരിക്കും 2 ഹുക്ക് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ നമുക്ക് 7 ഇഞ്ചസ് തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇതിനെ ഇതേപോലെ എടുത്ത് വയ്ക്കുക. സെയിം സ്ട്രിപ്പാണ്. എന്നിട്ട് ഈ സ്ട്രിപ്പിനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ കാട്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ മടക്കിയിട്ട് ലുപ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ബ്രാലൊക്കെ. ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത് വെൽക്രോ ആണ് വെക്കാൻ പോകുന്നത്. വെൽക്രോ വെച്ചാൽ ഉള്ള ബെനിഫിറ്റ് പറഞ്ഞുതരാം. ഹുക്ക് ലുപ്പ് വെച്ചാൽ ഉള്ളത് എന്താണ് പ്രശ്നം അതും പറഞ്ഞുതരാം. ബട്ടൺ ഇല്ലെങ്കിൽ ഹുക്ക് ലുപ്പ് വെച്ചാൽ ഈ ബ്രാ തയ്ക്കുന്ന പർപ്പസ് എന്താണ് അത് നമുക്ക് കിട്ടില്ല. 1 ഇഞ്ച് കൂടുതൽ എടുക്കുകയാണ്. അപ്പം ലെങ്ത്ത് പ്ലസ് 2 ഇഞ്ചസ് ആയി. ഇതേ അളവിൽ ഇതിനെ നമുക്കിങ്ങനെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമ്മളെ ഹുക്ക് സ്ട്രിപ്പായി, ഇത് നമ്മളെ ലുപ്പ് സ്ട്രിപ്പായി. ഇവിടെ ഞാൻ എല്ലെന്ന് എഴുതിയാണ്, ലുപ്പാണിത്. ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാണ്. ഈ സൈഡ് ഞാൻ ഓപ്പൺ ആണ് വിടുന്നത്. തയ്ച്ചെടുക്കാം. ഫ്രണ്ട്സ്, 2 സ്ട്രിപ്പ് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിരിക്കാൻ. ഒരു സൈഡിൽ ഓപ്പൺ വെച്ചിട്ടുണ്ട്, അവിടെ നമുക്കിതിനെ ടേൺ ചെയ്ത് എടുക്കാം. നമ്മൾ 2 സ്ട്രിപ്പും മറച്ചെടുത്തപ്പം ഇങ്ങനെയുണ്ട് കാണാൻ. നോക്കിക്കോളൂ. ഓക്കെ, ഇനി ഇതിന് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. ഇതുപോലെ ഇവിടം വരെ. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇവിടെ കൊടുത്തേക്കണം. അതേപോലെ തന്നെ ഈ സ്ട്രിപ്പും സൈഡിൽ നമ്മളിത് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കവർ കിട്ടും ഇതിനെ കൊണ്ട്. ഞാൻ ബനിയാൻ വേണ്ടാന്ന് പറഞ്ഞ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ബനിയാൻ ഇടുമ്പോൾ നമ്മൾ ബോഡീൻ്റെ ഷേപ്പ് ബനിയാൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ ലുപ്പ് സൈഡാണ്.
ലൂപ്പ് സൈഡിൽ. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വെൽക്രോ ആണ് വെക്കാൻ പോകുന്നത്. വെൽക്രോ വെച്ചാൽ എന്താണ് ബെനിഫിറ്റ്? അപ്പം ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെൽക്രോ കാണത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 7 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ 7 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ബട്ടൺ ഹുക്ക് ലുപ്പുമാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലുപ്സ് ഉണ്ടാക്കി കൊടുക്കണം. ഒരു 1 2 3 ഒരു 4 ലുപ്സ് ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ നല്ല ടൈറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രസ് ബട്ടൺ നമ്മൾ ചുരിദാറിൽ വെച്ച് കൊടുക്കുന്ന പ്രസ് ബട്ടൺ നിങ്ങളടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് പിന്നെ വെൽക്രോ വാങ്ങിക്കുമ്പോൾ വെൽക്രോ വാങ്ങിച്ച് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം വെയർ ചെയ്താൽ അത് അതേ പൊസിഷനിൽ നിൽക്കും. ഹുക്ക് ലുപ്പ് ആകുമ്പോൾ അത് ഗ്യാപ്പ് വീഴും. ഈ സോഫ്റ്റ് സൈഡ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ 7 ഇഞ്ചസ് മാർക്ക് ചെയ്തല്ലോ നമ്മൾ ഡിസയർ ഇത് അവിടെ ഇതിനെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കണം. തുണിയിൽ നിന്ന് കുറച്ചിങ്ങനെ അകത്തോട്ട് നിൽക്കുന്ന രീതിക്ക് വേണം ഈ വെൽക്രോ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സ്കിന്നിലത് നമുക്ക് തട്ടും. അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. വക്കിനെ ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ. എന്നിട്ട് ഇതിനെ നമുക്കിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞാൽ തട്ടൂല ഇദ്ദേഹത്ത്. എന്നിട്ട് വെൽക്രോൻ്റെ ഒരു പീസും കൂടെ എടുത്ത് ഇതിൻ്റെ അടുത്തും കൂടെ വെച്ച് കൊടുക്കാം. ലൂസ് ടൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതൊന്ന് മതി. ഇത് 2 മുറിച്ചെടുക്കണം. സോഫ്റ്റ് ഉള്ളത് 2. സോഫ്റ്റ് ഉള്ളതാണ് നമ്മൾ ലുപ്പിൻ്റെ സൈഡിൽ വെക്കുന്നത്. അപ്പം ഈ റഫായിട്ട് വരുന്നത് നമ്മൾ വെക്കേണ്ടത് ഹുക്ക് സ്ട്രിപ്പിലാണ് വെക്കേണ്ടത്. അതിനെ ഇവിടെ അകത്തേത്തെ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കണം. റോങ് സൈഡിൽ വേണം ഇത് വെക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇത് ഇവിടെ വെക്കേണ്ടത് റൈറ്റ് സൈഡിൽ, ബ്രാൻ്റെ റൈറ്റ് സൈഡിലാണ് ഇത് നമുക്കിവിടെ 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് ഇത് വെക്കേണ്ടത്. ഇത് ഡയറക്റ്റ് ഇവിടെ തന്നെ വെച്ചാൽ മതി. നമ്മൾ ഇതിൽ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. 1/2 ഇഞ്ച് ഇവിടെ യൂസ് ചെയ്തു. 1/2 ഇഞ്ച് ഇവിടെ അകത്ത് മടക്കി തയ്ച്ചിട്ടുണ്ട്. കറക്റ്റ് എഡ്ജിൽ വെച്ച് ഇങ്ങനെ തയ്ച്ചാൽ മതി. 2 തയ്ച്ചിട്ട് കാണിച്ചു തരാം. തന്ന പോലെ തന്നെ 2 വെൽക്രോ ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കറക്റ്റ് അളവ്. അവിടെ ഇങ്ങനെ വെക്കുക. ഒരു 36 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അതിനെക്കാട്ടി വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഈ സ്ട്രാപ്പിനെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ക്ലോത്തിൻ്റെ സ്ട്രാപ്പാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ജസ്റ്റ് ഒന്ന് റഫ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ വെയർ ചെയ്തിട്ട് ഈ സ്ട്രാപ്പ് കറക്റ്റ് ആണോ നോക്കിയിട്ടാകുമ്പോൾ അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ബ്രാ തയ്ച്ച് നോക്കണം, യൂസ് ചെയ്ത് നോക്കണം. അപ്പം കണ്ട ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഏത് വീഡിയോയിലും നിങ്ങൾക്ക് കുഞ്ഞോ എന്തെങ്കിലും സ്റ്റിച്ചിങ് റിഗാർഡിങ് പഠിക്കാൻ പറ്റും പുതിയതായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാണ്ട് പോകരുത് ഫ്രണ്ട്സ്. അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.